കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുകയാണ്. ഒരു മിനിറ്റ് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ വിവിധ ദേശത്തിലിരുന്ന് കടന്നു വരികയാണ്. സന്ദേശത്തിൻ്റെ മുമ്പിൽ അടിയങ്ങളിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സംസാരിക്കുന്ന അടിയനോടും കേൾക്കുന്ന അവിടുത്തെ ജനത്തോടും സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന സന്ദേശത്തിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് ജനങ്ങളോട് കർത്താവ് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും അവിടുന്ന് സംസാരിച്ചാട്ട് പിശാച് ഒരു വിഷയത്തിൽ മേലിനോടും ജയമെടുക്കുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഇൻ്റർനെറ്റിനെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവിടെയും യാതൊരുവിധമായ പ്രശ്നം വരാതെ കോവിഡിൻ്റെ പ്രദേശത്ത് കർത്താവെ അവിടുന്ന് പ്രശ്നങ്ങളും വരുവാനിടയാകാതെ ഈ മീഡിയയിലെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുമാറാകണമെന്ന് അടിയങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവ് അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ, അല്ല നമ്മളിലേക്ക് തന്നെ നാം ഒന്ന് നോക്കിയാൽ, നമ്മൾ ഭരണാധികാരികൾ, പ്രഭുക്കന്മാർ, രാജാക്കന്മാർ, വിശ്വാസികൾ, അവിശ്വാസികൾ, പണക്കാർ, പാവപ്പെട്ടവർ, കൊട്ടാരത്തിൽ താമസിക്കുന്നവർ, കുടിലിൽ താമസിക്കുന്നവർ, മതാധ്യക്ഷന്മാർ എന്നിത്യാദി സമൂഹത്തിൽ ഉള്ളവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. എവരിബഡി വാണ്ട്സ് പീസ്. സമാധാനത്തിന് വേണ്ടി ആൾക്കാർ എന്തും ചെയ്യുവാൻ വെമ്പൽ കൊള്ളുകയാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സമാധാനമുണ്ടോ? പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സമാധാനമുണ്ടോ? മാതാപിതാക്കൾക്ക് സമാധാനമുണ്ടോ? എന്നോട് ചോദിച്ചാൽ ഒറ്റ വാക്യത്തിൽ ഞാൻ പറയും, ഇല്ല. ഇനിയും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ 10ലും 12ലും ഉള്ള ക്ലാസ്സുകളുടെ റിസൾട്ടുകൾ വരുവാനിരിക്കുകയാണല്ലോ. അതും കൂടെ വന്നു കഴിയുമ്പോൾ ഉള്ള സമാധാനം കൂടെ പോകുവാൻ ഏറെ താമസമില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക്, അവരുടെ ഫർദറായിട്ടുള്ള അഡ്മിഷൻ എന്നീ വിഷയങ്ങളിൽ മാതാപിതാക്കൾ ഇപ്പോഴേ ടെൻസ്ഡ് ആയിക്കഴിഞ്ഞു. ശാശ്വതമായ സമാധാനം ആർക്ക് ലഭിക്കുന്നു? സമാധാനത്തിന് വേണ്ടി ജനങ്ങൾ പല സ്ഥലങ്ങളിൽ പോകുന്നു, മലകൾ കയറിയിറങ്ങുന്നു, തങ്ങളുടെ ശരീരം ദണ്ഡിപ്പിക്കുന്നു, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു. ഇവയൊക്കെ ചെയ്തിട്ടും തങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നോ? ഇല്ല എന്ന് വേണം പറയുവാൻ. Can we really to find lasting peace? സമാധാനത്തിന് വേണ്ടി സമാധാനം നിലനിർത്തുവാൻ ലോകരാഷ്ട്രങ്ങൾ എത്രയെത്ര സമാധാന കരാറുകൾ സൈൻ ചെയ്യുന്നു, പീസ് ട്രീറ്റീസ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 200 treaties have been signed in the recent history. 200ഓളം സമാധാന കരാറുകൾ രാജ്യങ്ങൾ തമ്മിൽ, ഭരണാധികാരികൾ തമ്മിൽ ഒപ്പുവെച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈവൻ ഓൾമോസ്റ്റ് ഓൾ ദി ട്രീറ്റീസ് ഹാവ് ബീൻ ബ്രോക്കൺഡ്. 1990 ഗൾഫ് യുദ്ധം തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാർ ഫെയിലായത് ആണെന്നുള്ളതാണല്ലോ. നൺ ഓഫ് ദി ട്രീറ്റീസ് ഗ്യാരണ്ടീസ് പീസ്. നമ്മുടെ അയൽപക്കത്ത് സമാധാനമുണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ സമാധാനമുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ അബ്യൂസ് ചെയ്യപ്പെടുന്നു. യൂത്ത്സ് ഡ്രഗ്സിന് അടിമപ്പെടുന്നു. വിവാഹിതരായ യൗവനക്കാർ ഡിവോഴ്സ് ചെയ്യുന്നു. മധ്യവയസ്കരായ സ്ത്രീകൾ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു.
രാജ്യങ്ങൾ തമ്മിൽ ആക്രമിക്കപ്പെടുന്നു. എവിടെ നോക്കിയാലും അസമാധാനം, അസ്വസ്ഥത, സ്നേഹമില്ലായ്മ. കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിൽ മലയാള മനോരമയിൽ വന്നതായ ഒരു ന്യൂസ് ഇപ്രകാരം കാണുവാനിടയായി. India is going to spend 38,900 crore rupee for peace. മനോരമയിൽ സമാധാനം എന്നുള്ള വാക്കല്ലായിരുന്നു ഇട്ടിരുന്നത്, അത് ഞാൻ ഇട്ട വാക്കാണ്. ഇന്ത്യ 38,900 കോടി രൂപ ചെലവാക്കുവാനായിട്ട് പോകുന്നു. ഇനി കേട്ടാട്ട് എന്തിനാണെന്ന്. മിലിറ്ററിയുടെ എക്സ്പാൻഷന് വേണ്ടി, ഡിഫൻസിന് വേണ്ടി, മിലിറ്ററി സന്നാഹത്തിന് വേണ്ടി. എന്തിനാണ് ഇതെല്ലാം ചെലവഴിക്കുന്നത്? സമാധാനം നിലനിർത്തുവാൻ. Will it be a solution to last the peace or maintain the peace? കഴിഞ്ഞ ആഴ്ചയിലാണോ അതിനു മുമ്പിലത്തെ ആഴ്ചയാണോ പ്രിയപ്പെട്ട ജോണിക്കുട്ടിച്ചാൻ ഇപ്രകാരം പറയുകയുണ്ടായല്ലോ, 40 പേർ നമ്മുടെ ചുറ്റുപാടുകളിൽ ആത്മഹത്യ ചെയ്തു. ആ കൂട്ടത്തിൽ 14 വയസ്സ് ഉണ്ടായിരുന്ന 9th ക്ലാസ്സിൽ പഠിക്കുന്നതായ ഒരു വിദ്യാർത്ഥിയും ഉൾപ്പെടാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. എന്താണ് പ്രിയമുള്ളവർ ഇതിൻ്റെ എല്ലാം കാരണം? അവരുടെ എല്ലാം അസമാധാനം ആയിരിക്കാം. സമാധാനം നഷ്ടപ്പെടുവാനുള്ള കാരണം ഒരു പക്ഷെങ്കിൽ COVID-19 മൂലം നേരിടുന്നതായ വിഷമഘട്ടങ്ങൾ ആയിരിക്കാം. രോഗം, ജോലി നഷ്ടപ്പെട്ടതായ അവസ്ഥ, സാമ്പത്തിക ക്ലേശങ്ങൾ, റെന്റ് കൊടുക്കുവാൻ വയ്യാത്തതായ സാഹചര്യം, അതുപോലെ ഭവനങ്ങളിൽ ഭക്ഷണത്തിൻ്റെതായ ക്രമീകരണം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ, വീടിൻ്റെ ഓണേഴ്സ് ഭവനത്തിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നതായ സാഹചര്യം, ആൾക്കാരുടെ സ്ട്രെസ്. ഈ വിഷമങ്ങൾ മൂലമായിരിക്കാം അധികം പേരും ആത്മഹത്യ ചെയ്യുവാനുണ്ടായ കാരണം. ഇത് നാണയത്തിൻ്റെ ഒരു വശം. മറുവശം നാം പരിശോധിച്ചാൽ, ഈവൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ പോലും നമ്മൾ മാതാപിതാക്കൾ കൈകടത്തിയാൽ അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതായ 14 വയസ്സ് പ്രായമുള്ള ആ വിദ്യാർത്ഥി വളരെയധികം സമയം 2 മാസത്തിന് മുമ്പേ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മകനെ മാതാപിതാക്കൾ അല്പം ഒന്ന് ശകാരിച്ചു. അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ മാതാപിതാക്കൾ കൈകടത്തിയപ്പോൾ അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. അടുത്ത വഴി എന്തുവാണ് കൊച്ചു കുഞ്ഞ് നോക്കി കാണിച്ചത്? ആത്മഹത്യ. ഈ സമയം പ്രിയമുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ള, ഓൺലൈൻ സ്റ്റഡിയുടെ മറവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. ഒരിക്കലും ഈ ഓൺലൈൻ എഡ്യൂക്കേഷന് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. കൂടാതെ ഈ ടൈപ്പിലുള്ള കമ്പ്യൂട്ടർ ഗെയിംസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം തന്നെ കാർന്ന് എടുക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള ഒരേ ഒരു സന്ദേശം: Without Jesus Christ, no peace in our life. കർത്താവിനെ കൂടാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധ്യമല്ല. സമാധാനമുണ്ടെന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ ധരിപ്പിക്കാം.
maybe we manage cheerful smile in front of others. നമ്മൾ നന്നായിട്ട് മറ്റുള്ളവരോട് മുമ്പിൽ നമ്മൾ ചിരിക്കാം, തമാശകൾ പറയാം. രാത്രികാലം ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ഇൻസൈഡ് യുവർ ഹാർട്ട്? യിരെമ്യാവ് 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യപ്രകാരം വായിക്കുന്നു. മോൾജി വായിച്ചട്ടെ. യിരെമ്യാവ് 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. മതി. അവിടെ ആ 6-ാം അധ്യായം നമ്മളോട് സംസാരിക്കുന്നത് ജൂദയുടെ നാശത്തെക്കുറിച്ചാണ്. ഡിസ്ട്രക്ഷൻ ഓഫ് ജൂദിയ. ഇവിടെ പറയുന്നത്, they have healed the brokenness of my people superficially, saying peace, peace, but there is no peace. സമാധാനമില്ലാതായിരിക്കുന്ന അവസ്ഥയിൽ പ്രവാചകന്മാർ അവിടെ പറയുകയാണ്, സമാധാനം സമാധാനം. ജനങ്ങൾ മ്ലേച്ഛത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങൾ നാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഉപദേശം തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പ്രവാചകന്മാർ അവരെ വചനത്തിൽ കൂടി അല്ലെങ്കിൽ വചനത്താൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് പകരം പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ജനങ്ങളെ മടക്കി കൊണ്ടുവരേണ്ടതിന് പകരം പ്രവാചകന്മാർ വളരെ ലഘുവായി കാര്യങ്ങൾ എടുക്കുന്നു. ദൈവവചനത്താൽ ഇപ്രകാരമുള്ള ജനങ്ങളെ എന്തു ചെയ്യണം? നാം ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടത് ഉത്തരവാദിത്വം പ്രവാചകന്മാർക്ക് ആ കാലങ്ങളിൽ ഉണ്ടായിട്ടും അവർ കാര്യങ്ങളൊക്കെ വളരെ ലഘുവായിട്ട് എടുത്തു എന്ന് തിരുവചനത്തിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എവിടെയാണ് പ്രോബ്ലം? ദർ ഈസ് വൺ പ്രോബ്ലം. പ്രശ്നം എന്താണ്? ഈ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കാത്തതിൻ്റെ കാരണം, God does not want us to struggle, but there is a problem. ദൈവം നമ്മൾ ആരും പ്രയാസപ്പെടണമെന്നോ ബുദ്ധിമുട്ടണമെന്നോ ഉള്ള ചിന്തയില്ല. കാരണം we are the beloved children of our God. എന്നാൽ കർത്താവ് ദൈവം പറയുകയാണ്, all have sinned and come short of the glory of God. റോമർക്ക് എഴുതിയ ലേഖനം വിശുദ്ധ പൗലോസ് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വായിച്ചാട്ടെ. റോമർ 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ്സ് ഇല്ലാത്തവരായി തീർന്നു. പ്രിയമുള്ളവർ, ഇവിടെയാണ് മാനവരാശിക്ക് പറ്റിയതായ അപകടം. അതിൻ്റെ ഇംഗ്ലീഷ് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിക്കട്ടെ. ഫോർ എവറി വൺ ഹാസ് സിൻഡ്, വി ഓൾ ഫാൾ ഷോർട്ട് ഓഫ് ഗോഡ്സ് ഗ്ലോറിയസ് സ്റ്റാൻഡേർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡ് പ്രകാരം ദൈവത്തിൻ്റെ മക്കളായ നാം ഓരോരുത്തരും ജീവിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ മാനവരാശിക്ക് അവിടെ അപകടം സംഭവിച്ചു പോയി. ഇവിടെ എല്ലാവരും പാപം ചെയ്തു എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഓൾ ഇൻക്ലൂഡ് എവറി വൺ ഓഫ് അസ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ നിന്നും വീണു പോയപ്പോൾ എന്ത് ചെയ്തു? ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു, നമ്മളിൽ നിന്നും പോയി. Without God, there is no way for us to have real peace. ദൈവത്തെ കൂടാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമാധാനം
ലഭ്യമാക്കുകയില്ല. പലപ്പോഴും ജനങ്ങൾ വിചാരിക്കും, ജനങ്ങൾ നീതി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് സമാധാനം ലഭിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ വിചാരിക്കുന്നവർ ഉണ്ടെങ്കിൽ തിരുവചനം എന്ത് പറയുന്നു എന്ന് കേട്ടാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായത്തിൻ്റെ 6 വാക്യം വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 64:6. ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. ഒന്ന് നിർത്തിക്കാട്ടെ മോൾജി, ഒന്ന് നിർത്തിക്ക്. ഞങ്ങൾ എല്ലാവരും റിപ്പീറ്റ്. അശുദ്ധനെ പോലെ ആയിത്തീർന്നു. അവിടെ ആ കാലഘട്ടത്തിൽ അശുദ്ധൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കുഷ്ഠം പിടിപെട്ടതായ ആൾക്കാരെ ഉദ്ദേശിച്ചാണ്. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഫോർ ഓൾ ഓഫ് us have become like one in unclean and all our righteous deeds are like a filthy garment and all of us wither like a leaf and our iniquities like the wind take us away. See, ഇതാണ് നീതി പ്രവൃത്തി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് സമാധാനം അനുഭവിക്കാൻ അല്ലെങ്കിൽ ലഭിക്കുമെന്ന് വിചാരിക്കുന്നവരുടെ ഗതിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും അശുദ്ധരെ പോലെ ആയിത്തീർന്നെന്ന് പറയുമ്പോൾ യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5 അധ്യായത്തിൻ്റെ 12 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ടു, കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവനോട്, ഇതാരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിലുള്ള വഴിപാട് അർപ്പിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു. മതി. യേശു കർത്താവിനെ പറഞ്ഞു വിടുമ്പോൾ പറയുന്നു, നീ പോയി ഈ വിവരം ആരോടും പറയരുത്, എന്നാൽ പുരോഹിതന്മാർക്ക് നിന്നെ തന്നെ കാണിച്ച് നീ ശുദ്ധമുള്ളവനാണോ എന്ന് ഒരു സർട്ടിഫിക്കറ്റ് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ സമൂഹം അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. സമൂഹം വെറുക്കപ്പെട്ടതായ ഒരു കൂട്ടരാണ് കുഷ്ഠരോഗികൾ. അവരുടെ വാസം തന്നെ പാളയത്തിനപ്പുറത്താണ്. ഇതുപോലാണ് പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിച്ച് എന്തെങ്കിലും പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതേ അനുഭവമാണ്. അതുകൊണ്ട് നിന്റെ നീതിപ്രവൃത്തികൾ ഒന്നും തന്നെ ദൈവസന്നിധിയിൽ വില പോവില്ല എന്നിന്ന് രാത്രികാലം ഞാൻ പറയുകയാണ്. ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട വ്യക്തിയിൽ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകുകയില്ല. ദൈവപ്രസാദമില്ലാത്ത മനുഷ്യനിൽ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2 അധ്യായം 14 വാക്യം പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. Glory to God in the highest, and on earth peace among men which who he is pleased. അപ്പോൾ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മൾ ജീവിക്കണം. ഒരു വിശുദ്ധ ജീവിതം ഞാനും നിങ്ങളും നയിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയാകുകയുള്ളൂ. അതിന് യാതൊരു ഷോർട്ട് കട്ടുമില്ല. അല്ലാതെ നമ്മൾ ആ പ്രവൃത്തി ചെയ്തു ഈ പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയില്ല. ഈ ഇവിടുത്തെ കേരളത്തിലെ കർഫ്യൂ സമയങ്ങളിൽ തന്നെ എത്രയോ പേർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സമാധാനമില്ലാതെ അവർ മദ്യപാനം തന്നെ ചെയ്തു. ചിലർ സമാധാനത്തിന് വേണ്ടി മദ്യം തേടി പോകുന്നവരുണ്ട്. ചിലർ സമാധാനം ലഭിക്കുവാൻ വേണ്ടി ടിവിയുടെ മുമ്പിൽ മണിക്കൂറുകളോളം, അനേകം മണിക്കൂറുകളോളം ചിലവഴിക്കും. ചിലർ
യൂത്തായിട്ടുള്ളവർ ഇവന് സമാധാനം ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കമ്പ്യൂട്ടർ ഗെയിംസിൻ്റെ മുമ്പിലൊക്കെ ചിലവഴിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സമാധാനം ലഭിച്ചിട്ടുണ്ടോ? ഈ വഴിയിൽ കൂടെ, ഈ ഷോർട്ട് കട്ടിൽ കൂടിയൊക്കെ ഒറ്റ വ്യക്തിക്ക് പോലും ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ കഴിഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ലാസ്റ്റ്ലി എന്തുവാണ് സംഭവിക്കുന്നത്? മദ്യത്തിന് അഡിക്റ്റായിക്കൊണ്ട് ജീവിതം ഈ വ്യക്തികളെല്ലാം അവസാനിപ്പിക്കുന്നതായിട്ട്. ഒരുപക്ഷെ നിങ്ങളും അത് കേട്ട് കാണുമായിരിക്കും. നമ്മളൊക്കെ കുവൈറ്റിന് പ്രദേശത്തിരിക്കുമ്പോൾ ന്യൂസുകളിലൊക്കെ വരാറുണ്ട്. ഇന്നടത്ത് മദ്യം കുടിച്ച ആൾക്കാർ ആത്മഹത്യ ചെയ്തുവെന്ന്. ഒരു ഷോർട്ട് കട്ടും ഇല്ല പ്രിയമുള്ളവരെ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് മോൾജി വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഈ യൂദ കുറ്റമില്ലാതെ മതി ഈ യൂദ അനുതപിച്ചിട്ട് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ കർത്താവിനെ ബിട്രേ ചെയ്തതിൽ നിന്ന് ലഭിച്ചതായ 30 വെള്ളിക്കാശ് കൊണ്ടുപോയി അവരുടെ പക്കൽ ഏൽപ്പിക്കുവാനും അവരോട് കാര്യങ്ങൾ പറയുവാനായിട്ട്. എന്നാൽ യൂദയെ അവർക്ക് സഹായിക്കുവാനായിട്ട് സാധിച്ചില്ല പ്രിയമുള്ളവരെ. അതിൻ്റെ 4-ാമത്തെ വാക്യം പർട്ടിക്കുലറായിട്ടൊന്ന് വായിച്ച് അതിലൊരു വാക്യം അവർ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പറയുന്നുണ്ട്. 4-ാമത്തെ വാക്യം 27. കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. യൂദ പോയി ഏറ്റുപറയുന്നത് ആരോടാണ്? മൂപ്പന്മാരോടും മഹാപുരോഹിതന്മാരോട് ഏറ്റുപറയുകയാണ്, ഞാൻ പാപം ചെയ്തു. അപ്പോൾ അവരുടെ ഉത്തരവാണ്, അതിന് ഞങ്ങളെന്തോ വേണം? ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു. ഇനി നീ എന്തൊക്കെ കോൺസിക്വൻസ് വന്നാലും ദാറ്റ് ഈസ് അപ് ടു യു. നീ തന്നെ അത് നോക്കിക്കൊള്ളുവാനായിട്ട് പറയുന്നതായിട്ടാണ്. അത് എടുത്തു പറയാണ്, പാപം ചെയ്തു. ദൈവത്തിൻ്റെ തേജസ് അവിടുന്ന് നഷ്ടപ്പെട്ടു, ഇല്ലാതായി. അവനിൽ സമാധാനം നഷ്ടപ്പെട്ടു. ഇത് ചില ദിവസങ്ങൾക്ക് മുൻപേ സംഭവിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പക്കണ്ണം യൂദ വാങ്ങിയപ്പോൾ സാത്താൻ അവൻ്റെ ഉള്ളിൽ കടന്നു എന്ന്. അന്നു മുതൽ അവൻ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടുപോയി, സമാധാനം നഷ്ടപ്പെട്ടുപോയി. ഈ മനുഷ്യന് വേറെ മാർഗമില്ലായിരുന്നു. അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്തത്, ഹൗ ഡു വി ഫൈൻഡ് പീസ്? എങ്ങനെയാണ് നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുന്നത്? God has made a way for us to do right with him through Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാനുള്ള ഒരു വഴി നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. Jesus came into the world and went to the cross to die and pay the penalty for our sin. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. 3.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു, പ്രവർത്തിച്ചു, സുവിശേഷം സകല സൃഷ്ടികളോടും അറിയിച്ചു, രോഗികളെ സൗഖ്യമാക്കി, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. തിരുഹിതപ്രകാരം തൻ ക്രൂശിൽ യാഗമായി തീർന്നു. എൻ്റെ പാപത്തിൻ്റെ ശമ്പളമായി താൻ ശിക്ഷ സ്വതവേ ഏറ്റെടുത്തു. ഇതാണ് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതായ വഴി. കൊലോസ്യർ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മോൾജി, കൊലോസ്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും
അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി നമുക്ക് തന്നു. ഏതു മൂലമാണ്? ക്രൂശിൽ ചൊരിഞ്ഞതായ രക്തം കൊണ്ട് ആ കർത്താവ് നമുക്ക് വേണ്ടി സമാധാനം ഉണ്ടാക്കി തന്നതാണ്. ദാറ്റ് ഈസ് കോൾഡ് ദ റിയൽ പീസ്. അതാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള സമാധാനം. And through him he to reconcile all things to himself, having made peace through the blood of his cross, through him. നമ്മൾ ഓൾറെഡി കർത്താവ് ഇതെല്ലാം ഒരുക്കി തന്ന നമ്മളതൊന്ന് സ്വായത്തമാക്കിയാൽ മാത്രം മതി. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ പാവങ്ങളെ അവിടുത്തെ രക്തത്താൽ കഴുകി, എന്തെന്നാൽ അവിടുത്തെ രക്തത്തിന് നമ്മുടെ പാവങ്ങളെ ശുദ്ധീകരിപ്പാനായിട്ടുള്ള ശക്തിയുണ്ട്. 1 യോഹന്നാൻ 1:7 സെക്കൻഡ് പാർട്ട് ഒന്ന് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 1:7 സെക്കൻഡ് പാർട്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന ആ രക്തമാണ്. ആ രക്തത്തിന് അതിനുള്ള ശക്തിയുണ്ട് പ്രിയമുള്ളവരെ. The blood of Jesus, his son, cleanses from all sin. ഞാനും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രികാലം ആ രക്തത്തിൻ്റെ മറവിൽ അഭയം ചൊല്ലിയാൽ, ആശ്രയിച്ചാൽ, സകല ബുദ്ധിയെയും കവിയുന്നായ ദൈവികമായ സമാധാനം നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. റോമർ 5:1 പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടെ സമാധാനം ഉണ്ട്. ആമേൻ. ഇതാണ് പ്രിയമുള്ളവരെ ആ കർത്താവിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ. Wherever Jesus' presence is, there peace is there. കർത്താവിൻ്റെ സാന്നിധ്യം, ആമേൻ, എവിടെയെല്ലാം ഉണ്ടോ അവിടെ നമുക്ക് സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ വിവിധമായ പരീക്ഷകൾ കൂടി കടന്നു പോകുമ്പോൾ, അവൻ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടെന്നിരിക്കാം. എങ്കിലും ഞാനും നിങ്ങളും ആ പരിശുദ്ധാത്മാവിൻ്റെ അലൈനിൽ തന്നെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം എല്ലായ്പ്പോഴും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രികാലം നിങ്ങൾ ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ മറവിലാണല്ലോ ഇരിക്കുന്നത്. ആമേൻ. കർത്താവിനോടൊന്ന് പറഞ്ഞാട്ട്, എനിക്ക് അധികമായിട്ടുള്ള, ആമേൻ, സകല ബുദ്ധിയും കവിയുന്ന ദൈവമായ സമാധാനം എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ സമാധാനത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ പ്രസൻസ്, കർത്താവിൻ്റെ പ്രസൻസ് എവിടെയുണ്ടോ അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങൾ നിന്ദരായി തീരേണ്ടതായ സ്ഥലങ്ങളിൽ കർത്താവ്, ആമേൻ, ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിച്ച് കർത്താവ് നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അധികമായ സമാധാനം ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഖാനാവിലെ കല്യാണം നടന്നതായ ഭവനത്തിൽ വലിയൊരു പ്രതിസന്ധി ആ ഭവനക്കാർ അവിടെ അനുഭവിക്കേണ്ടതായിരുന്നു. അസമാധാനം വരാവുന്ന സാഹചര്യം ആ ഭവനക്കാരും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടാമായിരുന്നു, അവഹേളിക്കപ്പെടാമായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധിയെക്കുറിച്ച് യേശുവിൻ്റെ അമ്മ മുന്നവേ അറിഞ്ഞ് യേശുവിനും ശുശ്രൂഷക്കാർക്കും ഒരു ഹിൻഡ് കൊടുത്തിട്ട്
യേശുവിൻ്റെ അമ്മ അവിടെ നിന്ന് പോയെന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് ആ സന്ദർഭത്തിൽ അവിടെ ഇടപെട്ടു. ആ പ്രതിസന്ധിയിൽ നിന്നും, അവർക്ക് വരാമെന്ന അസമാധാനത്തിൽ നിന്നും എൻ്റെ കർത്താവ് അവരെ വിടുവിച്ചു. നമ്മുടെയൊക്കെ നാട്ടിലായിരുന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു വാട്സപ്പ് മെസ്സേജ് മതിയായിരുന്നു ലോകം മുഴുവനും അറിയുവാൻ, അല്ലേ? ഇവരെന്തോ ആൾക്കാരാ, കല്യാണത്തിന് വിളിച്ചു, വീഞ്ഞില്ല, ആഹാരമില്ല, ഇങ്ങനാണോ വിളിക്കുന്നത്, ഇങ്ങനാണോ ചെയ്യുന്നത് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറപ്പെട്ടേനെ. എന്നാൽ പ്രിയമുള്ളവരെ, എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ നിങ്ങൾക്ക് സമാധാനമുണ്ട്. എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ഞാനും നിങ്ങളും നിന്ദിതരായി തീരുവാനായിട്ട് ഒരിക്കലും ഇടയാകില്ല. സങ്കീർത്തനക്കാരൻ 34 അധ്യായത്തിൽ പറയുന്ന പോലെ, നിങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിതരായി തീരുവാനായിട്ട് ഒരിക്കലും എൻ്റെ യേശു അനുവദിക്കത്തില്ല. ആമേൻ. മറ്റൊരു കാര്യം, യേശുവിൻ്റെ സാന്നിധ്യമല്ലെങ്കിൽ ആ കർത്താവിൻ്റെ സമാധാനം യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചതായ വേറൊരു കൂട്ടരുണ്ട്. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് മുറിയിൽ വാതിലടച്ചിരുന്നതായ സന്ദർഭത്തിൽ എൻ്റെ യേശു കർത്താവ് അവിടെ കടന്നു ചെന്ന്, ആമേൻ, നിങ്ങൾക്ക് സമാധാനം. വാസ്തവത്തിൽ ആ സന്ദർഭത്തിൽ ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ സമാധാനത്തിന് വേണ്ടി അവർ ലിറ്ററലായിട്ട് ആഗ്രഹിച്ച് ഇരുന്നതായ പ്രിയപ്പെട്ട ശിഷ്യന്മാരായിരുന്നു. ആ ആവശ്യത്തിൻ്റെ മുൻപിൽ, ആ സാഹചര്യത്തിൽ എൻ്റെ കർത്താവ് അവിടെ കടന്നു ചെന്ന് ഹി റെസ്റ്റോർഡ് ദം വിത്ത് ഹിസ് എവർലാസ്റ്റിംഗ് പീസ്. എൻ്റെ കർത്താവിൻ്റെ നിത്യമായ, മാറ്റമില്ലാത്തതായ ആ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾ സമാധാനം അനുഭവിക്കുവാനായിട്ട് ഒരു ഷോർട്ട് കട്ടും നമുക്ക് ആവശ്യമില്ല. ഒരു മധ്യസ്ഥൻ്റെ ആവശ്യം നമുക്കില്ല. ഒരു പുണ്യസ്ഥലത്തും ഞാനും നിങ്ങൾ പോകേണ്ടതായ ആവശ്യമില്ല. നേർച്ചകൾ, കാഴ്ചകൾ ചെയ്യേണ്ടതായ ആവശ്യങ്ങൾ ഇല്ല. പ്രിയമുള്ളവരെ, ആമേൻ. ആ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചാൽ ആ കർത്താവിൻ്റെ സമാധാനം എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാനായിട്ട് ഇടയാകും. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ മോൾജി. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. യെസ്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം, പ്രത്യാശ മീൻസ് ഹോപ്പ്. എവിടെയാണ് നമ്മുടെ ഹോപ്പ്? ആരാണ് നമ്മുടെ ഹോപ്പ്? അവർ ഹോപ്പ് ഈസ് ഇൻ ക്രൈസ്റ്റ്. കർത്താവ് യേശു ക്രിസ്തുവിൽ. എന്താണ് നമ്മുടെ ഹോപ്പ്? ഹി വിൽ കം ബാക്ക് അഗെയിൻ. എൻ്റെ കർത്താവ് രണ്ടാമതും വരുമെന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും പ്രത്യാശ. ആമേൻ. ആ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. ഈ പ്രത്യാശയിൽ നമുക്ക് ALF ചർച്ചായിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, പ്രവർത്തിക്കാം. എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ട ദൈവജനമേ, ആമേൻ. ഈ സമൃദ്ധി ധാരാളമായ സമൃദ്ധിയോടെ
കർത്താവിൻ്റെ സമാധാനം അനുഭവിക്കുവാനായിട്ട് നമ്മളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.